സെനഗലിനെ അങ്ങ് എഴുതി തള്ളാനാവില്ല എന്നുള്ളത് മറ്റൊരു കാര്യം. സെനഗലിന്റെ അവരുടെ ഇപ്പോഴത്തെ പ്രശ്നം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട താരം സാദിയോ മാനെ അദ്ദേഹത്തിന്റെ പതിവ് ഫോമിലേക്ക് ഉയർന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. കഴിഞ്ഞ മത്സരങ്ങളൊക്കെ തന്നെ ഇസ്മായിൽ സാറും പപ്പേ ഗെയും ഒക്കെ തന്നെ നേടിയ ഗോളുകളാണ്, അല്ലെങ്കിൽ അവരുടെ പ്രകടനമാണ് അവസാന മത്സരത്തിൽ ഇറാഖിനെ പോലെ ഒരു ടീമിനെതിരെ വലിയ വിജയത്തോടുകൂടി മുന്നേറാൻ സഹായിച്ചത് എന്നുള്ളതാണ്. എന്തായാലും ഈ മത്സരം ഇനി കഴിഞ്ഞ കളികളിലെ പോലല്ല, ഈ മത്സരത്തിൽ ജയിച്ചേ തീരൂ, അല്ലെങ്കിൽ പുറത്തേക്ക് വഴിയൊരുക്കും എന്നുള്ളത് നമുക്കറിയാം. അതുകൊണ്ട് സെനഗലിന് അവർക്ക് അവരുടെ ഫെഡറേഷൻ അടക്കം ഇല്ലെങ്കിൽ മറ്റു പല പ്രശ്നങ്ങളുണ്ട്. ആ ടീമിന് പരിശീലകന്റെ കോൺട്രാക്ട് ഇതുവരെ പുതുക്കിയിട്ടില്ല, നല്ല ഭക്ഷണമില്ല, മറ്റു പല പ്രശ്നങ്ങൾ ടീമിനകത്തുണ്ട്. അതോടൊപ്പം തന്നെ താരങ്ങൾ സ്വന്തം നിലയ്ക്കാണ് ഭക്ഷണം കൊണ്ടുവന്ന് കഴിക്കുകയും അല്ലെങ്കിൽ അങ്ങനെ ആവശ്യമായ ഭക്ഷണം കൊണ്ടുവരുന്നതടക്കം ടീമിൽ പല പ്രശ്നങ്ങളുമുണ്ട്. അതൊക്കെ തന്നെ മറക്കാൻ ഇല്ലെങ്കിൽ മുന്നോട്ട് കുതിക്കാൻ സെനഗലിനെ പോലൊരു ടീമിനും ജയം അനിവാര്യമാണ്. കഴിഞ്ഞ ആഫ്രിക്കൻ നേഷൻസ് കപ്പ് ഓഫിൽ നമ്മൾ കണ്ടതാണ് മൊറോക്കോയ്ക്കെതിരെ അവരുടെ പോരാട്ട വീര്യം. അതിൽ അവർക്കെതിരായി മൊറോക്കോയുടെ ഒരു അനുവദിക്കുന്നു, പിന്നീട് ടീം പിണങ്ങിപ്പോകുന്നു. അവിടെ നിന്ന് സാദിയോ മാനെ എന്ന് പറയുന്ന താരം മറ്റ് ടീം അംഗങ്ങളെ തിരിച്ചു കൊണ്ടുവരികയും പിന്നീട് തിരിച്ചടിച്ച് മത്സരത്തിൽ ജയിക്കുകയും ചെയ്യുന്നു. അന്ന് ആ പിണങ്ങിപ്പോയതിൻ്റെ പുറത്താണ് അവർക്ക് അവരുടെ ആ കിരീടം തിരിച്ചെടുക്കാൻ ആഫ്രിക്കൻ ഫെഡറേഷൻ തീരുമാനിച്ചത്. അതിനുശേഷം മൊറോക്കോയെ ജേതാക്കളായി പ്രഖ്യാപിക്കുകയും ഇപ്പോഴും ആ കിരീടത്തെ ചൊല്ലിയുള്ള തർക്കങ്ങൾ കോടതിയിൽ പുരോഗമിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെ മറക്കാൻ ലോകകപ്പ് വേദിയിൽ വലിയൊരു പ്രകടനം, വലിയ വിജയം, പ്രത്യേകിച്ച് വിജയത്തെ പോലെ ഒരു ടീമിനെതിരെയാവുമ്പോൾ സെനഗലിന് ചെറുതൊന്നുമായിരിക്കില്ല ആ സന്തോഷം എന്നുള്ളത് തന്നെയാണ്. ഇനി നമ്മൾ നേരെ പോകുന്നത് ഈ രണ്ട് ടീമുകളുടെയും ഗ്രൂപ്പ് ഘട്ടത്തിലെ പ്രകടനം എങ്ങനെയായിരുന്നു എന്നുള്ളത് വിശദമായി നോക്കുകയാണ്. ആദ്യം പോകുന്നത് ബെൽജിയത്തിൻ്റെ കാര്യത്തിലേക്ക് തന്നെയാണ്. അതായത് 3 മത്സരങ്ങളിൽ നിന്നായി 1 ജയം 2 സമനില എന്നതായിരുന്നു ബെൽജിയത്തിനുണ്ടായിരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആദ്യ 2 മത്സരങ്ങളിലും സമനിലയായിരുന്നു, വലിയ നിരാശയായിരുന്നു. പക്ഷേ 3-ാം മത്സരത്തിലാണ് തകർപ്പൻ ജയം അവർ നേടുന്നതുണ്ടായിരുന്നത്. തോൽവി ഒന്നുമില്ലാത്തത് വലിയ ആശ്വാസമാണ്. 6 ഗോൾ അടിച്ചപ്പോൾ വഴങ്ങിയത് 2 ഗോളാണ്. അങ്ങനെ അവർ ഗ്രൂപ്പ് ചാമ്പ്യന്മാരായാണ് ആ ഗ്രൂപ്പിൽ നിന്ന് മുന്നേറിയത് വന്നത്. ഇനി ഈജിപ്തുമായിട്ടായിരുന്നു ഗ്രൂപ്പിലെ ആദ്യ മത്സരം ഉണ്ടായിരുന്നത്. 1 ഗോളിന് പിന്നിൽ നിന്ന ശേഷമാണ് സമനില പിടിച്ചത്. ഇരു ടീമുകളും ഓരോ ഗോൾ നേടുന്ന കാഴ്ചയാണ് ബെൽജിയത്തിന്റെ ആദ്യ മത്സരത്തിൽ കണ്ടത്. 2-ാം മത്സരത്തിൽ ഇറാനോട് ഗോൾ രഹിത സമനില വഴങ്ങുന്ന കാഴ്ച കണ്ടു. ഇനി 3-ാം മത്സരം, അതാണ് അവരെ മുന്നോട്ട് നയിച്ച പോരാട്ടം. ന്യൂസിലാൻഡിനെതിരെ 5-1 തകർപ്പൻ ജയം. ലിയോൺഡോ ട്രൊസാർഡ് ഒക്കെ തന്നെ ഇരട്ട ഗോൾ നേടിയ ആ മത്സരത്തിലാണ് അങ്ങനെ ന്യൂസിലാൻഡിനെതിരെ ബെൽജിയം കടന്നുകൂടുന്നതും ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി തന്നെ അടുത്ത ഘട്ടത്തിലേക്ക് പോകാനും അവർക്ക് സാധിച്ചത്. ഇനി നമ്മൾ നേരെ പോകുന്നത് സെനഗലിന്റെ പോരാട്ടം ഏതായിരുന്നു എന്നതാണ്. സെനഗലിനെ സംബന്ധിച്ചിടത്തോളം അവർ ചെന്നുപെട്ടത് ഒരു മരണ ഗ്രൂപ്പിലാണ്. ഫ്രാൻസും നോർവേയും ഒക്കെ തന്നെ ഉൾപ്പെടുന്ന ഒരു മരണ ഗ്രൂപ്പ്. അവിടെ നിന്ന് സെനഗൽ കയറി വരുമോ എന്ന് പോലും സംശയിച്ചതാണ്. പ്രത്യേകിച്ച് അവർക്ക് ആദ്യം 2 കിട്ടിയ ഫിക്സർ തന്നെ വളരെ അവരെ ബുദ്ധിമുട്ടിക്കുന്നതായിരുന്നു. ആദ്യം ഫ്രാൻസിനെതിരെ, പിന്നീട് അതിനുശേഷം ബെൽജിയത്തിനെതിരെ വരുന്നു. അത് രണ്ടും തന്നെ ആ ടീമിനെ സംബന്ധിച്ചിടത്തോളം വലിയ കടമ്പയായിരുന്നു ഉണ്ടായിരുന്നത്. 2ലും തോറ്റുപോകുന്ന കാഴ്ച കണ്ടു. പക്ഷേ അവസാന മത്സരത്തിൽ അവർ വലിയ പ്രകടനം കാഴ്ചവെച്ച് അങ്ങനെ കയറി വരികയുണ്ടായിരുന്നു. അവരുടെ പ്രകടനം ഇതാണ്: 3 മത്സരങ്ങളിൽ നിന്ന് 1 ജയം, സമനില ഒന്നുമില്ല, 2 തോൽവി, അടിച്ച ഗോൾ 8 വഴങ്ങിയതാവട്ടെ 6. അവസാന മത്സരത്തിലെ വൻ പ്രകടനമാണ്, അല്ലെങ്കിൽ ആ ഒരു +3 ഗോൾ ഡിഫറൻസ് ആണ് അവരെ മികച്ച 3-ാം സ്ഥാനക്കാരായി അടുത്ത ഘട്ടത്തിലേക്ക് പോയത്. ഇനി അവരുടെ ഈ 3 മത്സരങ്ങളിലെ പ്രകടനം എങ്ങനെയാണെന്ന് നമുക്ക് വിശദമായി നോക്കാം. അത് ഇങ്ങനെയായിരുന്നു. 3 മത്സരങ്ങളിൽ അവരുടെ പ്രകടനം എങ്ങനെയായിരുന്നു? ആദ്യഘട്ടത്തിൽ ഗ്രൂപ്പിൽ ആരോടെല്ലാമാണ് സെനഗൽ ഏറ്റുമുട്ടിയത്, എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് ആ പ്രകടനം നോക്കാം. മുൻ ചാമ്പ്യന്മാരായ ഫ്രാൻസുമായിട്ടായിരുന്നു ആദ്യത്തെ മത്സരം ഉണ്ടായിരുന്നത്. ആ മത്സരത്തിൽ 3-1 തോൽവി ഏറ്റുവാങ്ങിയായിരുന്നു. തുടക്കത്തിൽ ഗോൾ അടിച്ചൊക്കെ തന്നെ സെനഗലാണ്, പക്ഷേ ഫ്രാൻസ് ശക്തമായി തിരിച്ചു വന്നു. കിലിയൻ എംബാപ്പയുടെ ഇരട്ട ഗോളിലാണ് അന്ന് ഫ്രാൻസ് ജയിച്ചു കയറുന്ന കാഴ്ച കണ്ടത്. 2-ാം മത്സരം നോർവേക്ക് എതിരെയായിരുന്നു. അവിടെയും ശക്തമായ പോരാട്ടം, 3-2 തോറ്റുപോകുന്നത്. അവിടെയും ലാസ്റ്റ് ഘട്ടത്തിലൊക്കെ തന്നെ തിരിച്ചടിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഒരു ഗോൾ വരുന്നില്ല. അങ്ങനെ ആ മത്സരത്തിൽ തോറ്റുപോകുന്ന കാഴ്ച കണ്ടു. 3-ാമത്തെ മത്സരം അവരെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം ക്രൂഷ്യലായിരുന്നു. വലിയ മാർജിനിൽ ജയിക്കാതെ തരമില്ല എന്നതായിരുന്നു അവസ്ഥയുണ്ടായിരുന്നത്. അങ്ങനെയാണ് ഇറാഖിനെതിരെ 5-0 വമ്പൻ ജയം നേടുകയും അതിലൂടെ അടുത്ത ഘട്ടത്തിലേക്ക് പോകാനും സാധിച്ചത്. അതായത് ഗോൾ ഡിഫറൻസിൽ ഒരു +3 കിട്ടിയത് കൊണ്ട് മാത്രം മികച്ച 3-ാം സ്ഥാനക്കാരിൽ ഒരാളായി അങ്ങനെ കടന്നുകൂടുകയായിരുന്നു സെനഗൽ ഉണ്ടായിരുന്നത്. പക്ഷേ ആ ടീം മറ്റേതെങ്കിലും ഒരു ഗ്രൂപ്പിലായിരുന്നെങ്കിൽ ഗ്രൂപ്പ് ചാമ്പ്യന്മാരോ ഇല്ലെങ്കിൽ ഗ്രൂപ്പിലെ 2-ാം സ്ഥാനക്കാരൊക്കെ തന്നെ ആയി പോകേണ്ടിയിരുന്ന ഒരു ടീമായിരുന്നു എന്നുള്ളതാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.